Hello friends, welcome to Rajesh Vlogs. ഇന്ന് ചെറിയ ഒരു വീഡിയോ ആണ്. നമ്മളൊരു പുതിയ DSLR വാങ്ങിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച്, വാങ്ങുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഞാൻ അധികം വലിച്ചു നീട്ടാതെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ DSLR ബൈയിങ് ഗൈഡ്, 1-2 ബൈയിങ് ഗൈഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ക്യാമറയ്ക്കുള്ളിലെ കാര്യങ്ങൾ, സെൻസറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേറെ 1-2 വീഡിയോസ് ഉണ്ട്. ഇത് അതുപോലുള്ളൊരു വീഡിയോ അല്ല. നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടത്, ഇത്രയും പൈസ നമ്മൾ മുടക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു 6 കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വേറെയും മാനദണ്ഡങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെയും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. എന്തായാലും നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ DSLR ക്യാമറ വാങ്ങുന്നത് ഓട്ടോ മോഡിലിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിത് ചിന്തിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോണിൽ എടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട്, നിങ്ങളിപ്പോൾ ഓട്ടോ മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോണിൽ എടുക്കുന്നതിനെക്കാട്ടും ബെറ്ററായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല DSLRൽ. അതായത് നിങ്ങൾ ഓട്ടോ മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും, നല്ലൊരു ലെൻസ് ഉണ്ടെങ്കിൽ എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻട്രി ലെവൽ ആയിരിക്കാം മേടിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഒരു മിഡ് റേഞ്ച് DSLR ആയിരിക്കാം വാങ്ങുന്നത്, അല്ലെങ്കിൽ ഹൈ എൻഡ് DSLRും വാങ്ങിക്കും. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ 1DX Mark II അല്ലെങ്കിൽ 5D Mark IV ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഓട്ടോ മോഡിൽ മാത്രം ഷൂട്ട് ചെയ്യുന്നത് വെറും ഒരു മണ്ടത്തരമാണ്. അതിനെക്കാട്ടും ഭേദം ഒരു 35,000-ൻ്റെയോ 40,000-ൻ്റെയോ മൊബൈൽ ഫോൺ വാങ്ങുന്നതാണ് അതിലും ഭേദം. അതുകൊണ്ട് വെറുതെ ക്യാഷ് വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങൾക്ക് DSLRനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ DSLRൻ്റെ മാനുവൽ മോഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിയേറ്റീവ് മോഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആദ്യമേ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഒരു DSLR റെൻറ്റിന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ. സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയോട് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും മുൻപോട്ട് പോവുക. വാങ്ങിച്ചിട്ട് പഠിക്കും എന്നുള്ള ഒരു തീരുമാനമുള്ള ആളാണെങ്കിൽ നിങ്ങളത് മുൻപോട്ട് പോയി വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ DSLR വാങ്ങുന്ന ഒരു 100% ആൾക്കാരിൽ ഒരു 50% DSLR വാങ്ങി 2 ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ആ ഒരു ക്രൈസ് കഴിയുന്നത് വരെ ആയിരിക്കും അവരുടെ പർച്ചേസ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അലമാരയ്ക്കകത്തോ എവിടെയെങ്കിലും വെക്കത്തേ ഉള്ളൂ. പിന്നെ അടുത്ത 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ ഏതെങ്കിലും ഒരു ട്രിപ്പിന് പോകുമ്പോഴായിരിക്കും ഈ സാധനം പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ വെറുതെ ക്യാഷ് കളയാതിരിക്കുക. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇത്ര മാത്രം പൈസ മുടക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയുള്ള ഒരാളാണ് ഈ പോയിൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന പോയിൻറ്റുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, DSLR വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മനസ്സിലെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, DSLRൻ്റെ ഇപ്പോൾ നമ്മളൊരു കനോണിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാം 35,000 അല്ലെങ്കിൽ 28,000 ഒക്കെ മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള DSLRs ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത, എന്തിനാണ് ഹൈ എൻഡ് DSLR വാങ്ങുന്നത്, ജസ്റ്റ് ഒരു എൻട്രി ലെവൽ ഒരു 30,000-ൻ്റെ DSLR വാങ്ങിച്ചാലും നമുക്ക് കാട്ടിലൊക്കെ പോയി നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോസ് എടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് മിക്ക ആൾക്കാരും എൻട്രി ലെവൽ DSLR വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് യൂസിനാണ് നിങ്ങൾ DSLR വാങ്ങുന്നത് എന്നുള്ളതാണ്. എന്ത് യൂസിനെന്ന് ചോദിച്ചാൽ എല്ലാ DSLRും ഒരുപോലെയല്ല. DSLRൻ്റെ ക്ലാസിഫിക്കേഷനുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് കനോൺ DSLRൻ്റെ ക്ലാസിഫിക്കേഷനുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ ടോപ്പ് മോഡലുകൾ, DSLRൻ്റെ ടോപ്പ് മോഡലുകൾക്ക് കാലാവസ്ഥയെ അല്ലെങ്കിൽ മഴ, കാറ്റ്, തണുപ്പ് മുതലായ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ബോഡിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് DSLR എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 80D ക്യാമറയാണെങ്കിൽ ഒരു അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പക്ഷേ വലിയ മഴയിലോ അല്ലെങ്കിൽ ഒരു കാട്ടിലെ സിറ്റുവേഷൻ, എപ്പോഴാണ് മഴ പെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് മണ്ണ് അല്ലെങ്കിൽ പൊടി കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ എത്തുന്നത് ഒന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ 80D കൊണ്ട് പോയാൽ നമുക്ക് ഒരു 1-2 പ്രാവശ്യം പോകാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ വളരെ ലക്കി ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4-5 പ്രാവശ്യം പോകാൻ പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാമറയെ ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ക്യാമറയുടെ ഉള്ളിൽ പൊടി, മോയ്സ്ചർ മുതലായ കാര്യങ്ങൾ കയറും. പിന്നെ റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒത്തിരി പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, വൈൽഡ് ലൈഫാണ് നിങ്ങളുടെ മനസ്സിൽ, ആദ്യം വീട്ടിൽ ചെറിയ പൂച്ച കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീട് കാട്ടിൽ പോയി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരു ചിന്തയോടു കൂടിയാണ് ചില ആളുകൾ ക്യാമറ വാങ്ങുന്നത്. പക്ഷേ മിക്കവാറും ചില സന്ദർഭങ്ങളിൽ നടക്കാറില്ല. എങ്കിലും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്, വൈൽഡ് ലൈഫാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എൻട്രി ലെവൽ DSLR വാങ്ങാതിരിക്കുക. വെതർ സീൽഡ് ആയിട്ടുള്ള DSLR വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ DSLRനെ മാത്രം ബാധിക്കുന്നതല്ല, മിറർലെസ് ആയാലും ഏത് സിസ്റ്റം ആയാലും ബാധിക്കുന്ന, അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അത് മിറർലെസ് ആകാം,
DSLR ആകാം, അല്ലെങ്കിൽ 4x3 ക്യാമറകളോ ഇതിൽ ഏതുമാകാം. അപ്പോൾ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും നിങ്ങൾ മനസ്സിലാക്കുക. പോയിൻ്റ് ആൻഡ് ഷൂട്ടും DSLRും ഡിഫറൻ്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളിപ്പോൾ ഒത്തിരി മലയാളം യൂട്യൂബ് ചാനലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഒരു DSLR വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കും യൂട്യൂബ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ DSLR വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ DSLR ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു യൂട്യൂബർ ആകാനുള്ള. DSLRലല്ല പോയിൻ്റ് ആൻഡ് ഷൂട്ടിൽ ചെയ്യുന്ന തുടങ്ങുന്ന ആൾക്കാരുമുണ്ട്, പിന്നീട് DSLRലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു യൂട്യൂബ് ചെയ്യാനായിട്ട് DSLR മാത്രം പോരാ, നല്ല ഒരു ഓഡിയോ സിസ്റ്റം വേണം നിങ്ങൾക്ക്. നല്ല ഒരു അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം. അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു യൂട്യൂബർ ആകാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴും ഒച്ചയും ബഹളവുമാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാൻ പാടായിരിക്കും. പുറത്ത് പോയി ചെയ്യാൻ മടിയുള്ള ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ചെയ്യാം എന്നുള്ള ചിന്തയോടെ വാങ്ങിക്കും DSLR. പക്ഷേ വീട്ടിലെ ഒച്ചയും ബഹളം കാരണം ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് DSLRൻ്റെ കൂടെ ഇപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ വേണം. ഇൻഡോറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലൈറ്റിംഗ് വേണം. നോർമൽ വിൻഡോ ലൈറ്റ് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി നമ്മുടെ വീഡിയോസിൽ കിട്ടത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഓഡിയോ സിസ്റ്റം H1 Zoom H1ഉം അതുപോലെ തന്നെ ബോയയുടെ ഒരു മൈക്കുമാണ്, ഒരു ലാവലെയർ മൈക്കുമാണ് ഞാനിപ്പോൾ DSLRൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് കിട്ടുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഏറ്റവും പഴയ വീഡിയോകൾ നോക്കിയാൽ കാണാം, കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കാണാം, ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഓഡിയോയെക്കുറിച്ചുള്ളതായിരുന്നു. സൗണ്ട് ക്ലിയർ അല്ല, അല്ലെങ്കിൽ സൗണ്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ ആൾക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വാങ്ങിയതിൻ്റെ കൂടെ തന്നെ റോഡ് വീഡിയോ മൈക്കുണ്ട് പ്രോ, ഏകദേശം 38,000 റുപ്പീസ് വിലയുള്ള സാധനം. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം, ഏത് ടൈപ്പുള്ള ഓഡിയോ സെറ്റപ്പാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത്. അപ്പോൾ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് DSLR വാങ്ങിയാൽ മാത്രം ഈ പരിപാടി നടക്കത്തില്ല. വേറെയും ഒത്തിരി സാധനങ്ങൾ അതിന് കൂടെ വേണം. അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. DSLR ക്യാമറ, ഓഡിയോ, ട്രൈപോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇൻഡോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റിംഗ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസിന് വേണ്ടി പോവുക. നാലാമത്തെ പോയിന്റ്, നിങ്ങളിപ്പോൾ DSLR വാങ്ങിയിട്ട് കിറ്റ് ലെൻസ് മാത്രം വെച്ച് ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ഫോൺ, നല്ലൊരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ. കിറ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്യാമറ ഒരു 600D ആണ്. അതിന് കൂടെ കിട്ടിയ കിറ്റ് ലെൻസ് ഞാൻ ഒരു 2 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. കൂടെ ഒരു 50mm 1.8ഉം കൂടെ കൂടിയ ഒരു പാക്കേജാണ് ഞാൻ വാങ്ങിയത്, അല്ലെങ്കിൽ ഒരു ബണ്ടിലാണ് വാങ്ങിയത്. ആ ബണ്ടിൽ ഞാൻ യൂസ് ചെയ്തത് ഈ 50mm ലെൻസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. പിന്നീട് ഞാൻ ആ ലെൻസുകൾ അപ്ഗ്രേഡ് ചെയ്തു. പക്ഷേ ഈ നമ്മുടെ കിറ്റ് ലെൻസ് വളരെ കുറച്ചാണ് യൂസ് ചെയ്തത്. എനിക്ക് ചില ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കിറ്റ് ലെൻസ് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് കിട്ടുന്നതെന്ന്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു നല്ലൊരു ലെൻസ് വാങ്ങി നിങ്ങളുടെ ക്യാമറയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിറ്റ് ലെൻസും ഈ ലെൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ DSLR വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫ്യൂച്ചറിലുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുക. ലെൻസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്കൊന്ന് 2 അല്ലെങ്കിൽ 2.5 വർഷത്തിന്, അല്ലെങ്കിൽ 2.5 വർഷത്തിനുള്ളിൽ ഞാൻ ഇതുവരെ ഒരു സാധനം, ഒരു ലെൻസോ ഒരു ക്യാമറയോ വാങ്ങിയിട്ടില്ല. യൂസ് ചെയ്തിട്ടില്ലെന്നല്ല, വാങ്ങിയിട്ടില്ല. എനിക്ക് ഫിക്സഡ് ആയിട്ടൊരു 2 ലെൻസും ഈ ഒരു 80D ക്യാമറയുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെയും ലെൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ടാമറോണിൽ നിന്നൊക്കെ ലെൻസ് കിട്ടാറുണ്ട് ഇടയ്ക്ക്, ചെക്ക് ചെയ്യാനും റിവ്യൂ ചെയ്യാനും ഒക്കെ. അപ്പോൾ നിങ്ങൾ കിറ്റ് ലെൻസിൽ മാത്രം ഒതുങ്ങാതെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഇനി 5ാമത്തെ പോയിൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ലെൻസുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, ഈ ലെൻസ് ഇന്ന ഫോട്ടോഗ്രാഫിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഞാൻ ഈ ലെൻസ് കിറ്റ് ലെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വൈൽഡ് ലൈഫ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ചോദ്യങ്ങളും, അല്ലെങ്കിൽ കിറ്റ് ലെൻസ് വാങ്ങിയാൽ എനിക്ക് വൈഡ് ആംഗിൾ ഷൂട്ടും വൈൽഡ് ലൈഫും എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന ലെൻസ് ഉണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലെൻസുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു DSLR വാങ്ങുന്നതിന് മുൻപായിട്ട്. അതുപോലെ നിങ്ങളുടെ താല്പര്യമുള്ള ഫോട്ടോഗ്രാഫി, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഫംഗ്ഷൻസും ഒക്കെ എടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ലെൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൂടെ ഒരു 50mm കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ വൈൽഡ് ലൈഫ് ആണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ലെൻസ് ഉണ്ട്. നിങ്ങളൊരു പ്രൊഫഷണൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ആകാനോ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആകാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ലെൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു,
ചില ടേംസ് ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ വീഡിയോയിൽ പറയുന്ന ടെക്നിക്കൽ ടേംസ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ വീഡിയോയുടെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ ആദ്യത്തെ വീഡിയോസ് ഇച്ചിരി തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയതാണ്. എങ്കിലും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ബേസിക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ മനസ്സിലാകും. എനിക്ക് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ബിഗിനർ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഓരോ വീഡിയോയ്ക്ക് പുറകെ ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ബേസിക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരിക, ലെൻസുകളെ മനസ്സിലാക്കുക. പല ടൈപ്പ് ലെൻസ് ഉണ്ട്. ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ വെറൈറ്റി ലെൻസുകൾ കാണുമായിരിക്കും. പോർട്രേറ്റ് ലെൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ലെൻസ് ഉണ്ട്, മാക്രോ ലെൻസ് ഉണ്ട്, ടെലിഫോട്ടോ ലെൻസുകളുണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുകളുണ്ട്, വൈഡ് ആംഗിൾ ലെൻസുകളുണ്ട്, ഇഷ്ടം പോലെ പല ടൈപ്പ് ലെൻസുകളുണ്ട്. അപ്പോൾ ഈ ലെൻസുകളെക്കുറിച്ച് അറിയുക, അല്ലെങ്കിൽ മിനിമം നിങ്ങളുടെ ആ കാറ്റഗറി, നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറിയിലുള്ള ലെൻസുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അവസാനത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ക്യാമറ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ എന്തായാലും ഒരു DSLR ക്യാമറ വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയുമായിരിക്കും, 35,000 40,000 ആയിരിക്കും. അപ്പോൾ ആ ബഡ്ജറ്റിനുള്ളിൽ എല്ലാത്തിനും മുൻപായിട്ട് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ കവിയാതെ ഒരു കിറ്റ് വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങിയാൽ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ വാങ്ങണം എന്നൊരു ചിന്തയാണ് അത്യാവശ്യം ഒരു ബേസിക് 80% ആൾക്കാരുടെ ഫോട്ടോഗ്രാഫറുടെ മനസ്സിലുള്ളൊരു ചിന്ത ഇതാണ്. 5D Mark IV വാങ്ങിയാൽ അടുത്തത് 1DX വാങ്ങുന്നിടം വരെ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെയാണ് എന്താ പറയുക, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൺട്രോളിൽ അത് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 80D വാങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി, എനിക്കത് വർത്തായി, ഞാൻ മുടക്കിയ പൈസയെക്കാട്ടും കൂടുതൽ എനിക്ക് അതിൽ നിന്ന് തിരിച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. എങ്കിലും എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിലില്ല. പക്ഷേ നല്ലൊരു ചാൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ അത്രയും പൈസ ഒരുമിച്ച് വന്നാൽ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. ഫ്യൂച്ചർ പ്രൂഫ് ക്യാമറകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു 3-4 വർഷമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്യാമറകൾ, അത് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ മെഗാ പിക്സലിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സർ, ക്യാമറയുടെ ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും, മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. DSLR ക്യാമറകളിൽ ഇത് പറ്റും. എന്നിരുന്നാലും ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പോപ്പപ്പ് ഫ്ലാഷ് ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുക. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടുതലും എക്സ്റ്റേണൽ ഫ്ലാഷ് അല്ലെങ്കിൽ നമ്മൾ ഓൺ ക്യാമറ തന്നെ പോപ്പപ്പ് ഫ്ലാഷ് അല്ലാതെയുള്ള ഫ്ലാഷ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഫ്ലാഷിനെ കുറിച്ചൊക്കെയുള്ള ട്യൂട്ടോറിയൽസും വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ ഇച്ചിരി ഓവറായി എന്ന് തോന്നുന്നു വീഡിയോ. എന്നിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക, ചെയ്ത ആൾക്കാർക്ക് നന്ദി. ഷെയർ ചെയ്യുക. ചാനൽ വളരുവാനായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.